ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാളായി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 2 ആഴ്ചയ്ക്ക് മുകളിലായി. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്ത ITC ഗ്രാൻഡ് ചോള എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളാട്ടോ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാനിവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഒരു 3:30 ഫ്ലൈറ്റ് എടുത്തിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവിടെ എത്തി. ഒരു ക്യാബ് എടുത്ത് നേരെ പ്രോപ്പർട്ടിയിലേക്ക് പോവുക ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ITCയുടെ പ്രോപ്പർട്ടി ഒരു ചെയിൻ ആണ്. അതേപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഒരു എന്താ പറയുക ഒരു രാജകീയ പ്രൗഢിയുള്ള പ്രോപ്പർട്ടികളെല്ലാം തന്നെ. ഈ ചോള എന്ന് പറയുമ്പോൾ ചോള സംസ്കാരം അതിനകത്തുണ്ട്. അവരുടെ ഒരു ട്രഡീഷണൽ ടച്ച് ആ എൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഭയങ്കര രസമായിട്ടോ കാണുന്നത്. നമ്മളൊരു മ്യൂസിയത്തിൽ പോയ അവസ്ഥയാണ് നമുക്ക് ആ പ്രോപ്പർട്ടിക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ബുക്ക് ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. ഇതിന് 2 ലോബി വരുന്നുണ്ട്. ഒരു ചെറിയ ലോബിയും വരുന്നുണ്ട്, മെയിൻ ലോബിയും വരുന്നുണ്ട്. അതായത് മെയിൻ റിസപ്ഷനും ഭയങ്കര ഹ്യൂജ് ആയിട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഈ എൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്താണെന്ന് അറിയാം, ഈ ഒരു സ്റ്റെയർ ഭയങ്കര ഹൈലി അട്രാക്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ മെയിൻ റിസപ്ഷൻ്റെ അടുത്താണ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഇത് വരുന്നത്. ഒരുപാട് പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. നമ്മളൊരു രാജകൊട്ടാരത്തിലേക്കൊക്കെ കയറുന്ന ഒരു ഫീലാട്ടോ നമുക്ക് ഈ ITCയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറുമ്പോൾ ഉണ്ടാവുന്നത്. ഭയങ്കര വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലോബിയാണുള്ളത്, വിശാലമായ ലോബി. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ മീറ്റിംഗ്സ് ആണ്. വലിയ വലിയ കമ്പനീസിൻ്റെ മീറ്റിംഗ്സ് ആണ് ഏറ്റവും കൂടുതൽ ITCയിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന ദിവസവും ഒരുപാട് മീറ്റിംഗ്സ് അവിടെ ഹെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. ഫസ്റ്റ് ഫ്ലോറിൽ സ്പായും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു ഏക്കർ കണക്കിന് കിടക്കുന്ന പോലെ തന്നെ തോന്നുക. നൈറ്റ് വ്യൂ ഭയങ്കര അടിപൊളി കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റിലായിരിക്കും. തൂണുകൾക്കൊക്കെ ഭയങ്കര ഒരു രാജകൊട്ടാരം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. രസമാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ചെന്നൈയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ്, എന്നിരുന്നാൽ പോലും നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റേ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടി കേട്ടോ. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടി കേട്ടോ. എനിക്ക് എന്താ പറയുക ഒരു ലക്ഷറി പ്രോപ്പർട്ടി തന്നെയാണത്. ഇൻറ്റീരിയർ മാത്രമല്ല കേട്ടോ, അവിടെ ഓരോ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളായാലും ശരി, ഫർണിച്ചേഴ്സ് ആയാലും ശരി, ആ ഒരു എന്താ പറയുക രാജകീയ ടച്ച് എല്ലാത്തിലും ഉണ്ട്. അതേപോലെ 4 ലിഫ്റ്റാണുള്ളത്. ലിഫ്റ്റിൽ നമുക്ക് കീ കാർഡിൻ്റെ ആക്സസ് ആണുള്ളത്. നമ്മുടെ റൂമിൻ്റെ നമ്പർ വെച്ചിട്ട് ആ ഒരു ഫ്ലോറും ആക്സസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് സ്പായും സ്വിമ്മിംഗ് പൂളിൻ്റെയും ആക്സസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുക ഒരു നമുക്ക് ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ചില സമയത്ത് വഴി തെറ്റാറുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ സ്പായുടെ ഏരിയ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ സ്പായുടെ ഒരു ഇത് വരുന്നത്. ഭയങ്കര ലക്ഷറി ആയതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്, റൂമൊക്കെ തന്നെ കോസ്റ്റ്ലി ആണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു വട്ടം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റേ ചെയ്യേണ്ട പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതാട്ടോ എൻ്റെ റൂം വരുന്നത്. റൂം ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്റ്റേക്കേഷൻ വ്ളോഗ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ എപ്പോഴും റൂമിൻ്റെ വ്യൂവിന് പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത്ര പ്രിഫറൻസ് കൊടുത്തില്ല. വേറൊന്നും കൊണ്ടല്ല, നല്ല കോസ്റ്റാണ് നമുക്ക് ഹയർ കാറ്റഗറിയിലേക്ക് പോകുമ്പോഴത്തേക്കിന്. അപ്പോൾ ഞാൻ ബേസിക് കാറ്റഗറി തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ചൊരു വ്യൂ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ കുറച്ച് കെട്ടിടങ്ങൾ കാണാമെന്നല്ലാതെ വേറെ വ്യൂ ഒന്നുമില്ല. പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാരിയറ്റിൻ്റെ സ്റ്റേക്കേഷൻ വ്ളോഗ് കണ്ടവർക്കറിയാം, ആ സെയിം ഇൻറ്റീരിയർ തന്നെയാണ്. അതായത് ഒരു ബിസിനസ് ക്ലാസ് ഹോട്ടലിൻ്റെ റൂം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയുള്ളത്. പിന്നെ ആകെ കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഇൻറ്റീരിയറിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ബാക്കി എല്ലാം തന്നെ ഒരുപോലെ തന്നെയാണുള്ളത്. ലക്ഷറി ആയിട്ട് നമുക്ക് എല്ലാ അമ്യൂണിറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നൊരു പ്രൈവറ്റ് ബാർ പോലെയുള്ള ഒരു കബോർഡിനകത്ത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിനി ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ അടിയിലുണ്ട്. അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ നമുക്ക് ലോക്കറുണ്ട്. ബാക്കി എല്ലാം ലക്ഷറി ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബേസിക് അമ്യൂണിറ്റീസ് അല്ല, ലക്ഷറി അമ്യൂണിറ്റീസ് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, അതായത് ഫസ്റ്റ് കാറ്റഗറി ഓഫ് റൂമിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂം ഒന്ന് കാണാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പ്രോപ്പർട്ടികളുടെയും വാഷ്റൂം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭയങ്കര നീറ്റായിരിക്കണം, അടിപൊളിയായിരിക്കണം കാണാൻ. ആ സെയിം സാധനം എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ചുറ്റും മിററാണുള്ളത്. അതേപോലെ ഇവർ ബാത്ത് ടബ് ഉണ്ട്. എനിക്ക് മാരിയറ്റിലൊന്നും ബാത്ത് ടബ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് ബാത്ത് ടബ് കാര്യങ്ങളുണ്ട്. നമുക്ക് ലക്ഷറിയാണ് ബാത്റൂം. എനിക്കൊന്ന് റൂമിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ബാത്റൂമാണ്.
അത്രയും അടിപൊളിയായിട്ടാണ് ബാത്റൂം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോരോ കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈവൻ സാനിറ്ററി നാപ്കിൻ പോലും ചില പ്രോപ്പർട്ടീസിൽ ഉണ്ടാവാറില്ല, പക്ഷേ ഇവിടെ അതുവരെ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മുടെ ബാത്തിങ് ഏരിയയും ടോയ്ലറ്റും നമുക്ക് സെപ്പറേറ്റ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, വെറ്റൊന്നും ആവാതെ നമുക്കത് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഭയങ്കര ഒരു വലിയ ഒരു എന്താ പറയുക ബാത്റൂം സെറ്റപ്പാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ ബാത്റൂമിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞ വ്യൂ വരുന്നത്. വലിയൊരു വ്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. തൊട്ടടുത്ത് കുരങ്ങുകളൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ അത് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. സെക്യൂരിറ്റി ഭയങ്കരമായിട്ട് ഓടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വ്യൂ ആയിട്ട് വരുന്നത്. ഞാൻ അധികം പുറത്തേക്ക് നോക്കിയിരിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചും കൂടി മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വ്യൂ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉയരം കൂടുന്നോറും മധുരം പറയുന്ന പോലെ തന്നെ ഉയരം കൂടുന്നോറും നല്ല ക്യാഷും കൂടും. അതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ചെന്ന ദിവസമാണ് കേട്ടോ വിജയുടെ മറ്റേ പാർട്ടിയുടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ മറ്റേ ഈ ടി വിയിലൂടെ കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര പുള്ളി സിനിമയിൽ സംസാരിക്കില്ലേ, അതേപോലെ ഭയങ്കര കട്ട ഹീറോയിസം കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ കുറേ നേരം അത് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഡിന്നറിൻ്റെ ടൈം ആയപ്പോൾ എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡിന്നർ അവിടെ തന്നെ ഓർഡർ ചെയ്തു. ഭയങ്കര ഒരു 2500 നമ്മുടെ ഡിന്നറിൻ്റെ കോസ്റ്റ് വരുന്നത്. അടിപൊളി ഫുഡായിരുന്നു. ഫുഡിനെ കുറിച്ചൊന്നും പറയാനില്ല. നോർത്ത് ഇന്ത്യൻ ആ ഒരു എന്താ പറയുക മീൽസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ഫുഡാട്ടോ, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഈവൻ അവിടുത്തെ ഫുഡും അക്കോമഡേഷനും എല്ലാം അവരുടെ സർവീസും എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 ദിവസം സ്റ്റേ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയ വലിയ ക്രൗഡുകളായതുകൊണ്ട് എനിക്ക് ക്യാമറ എടുത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വീഡിയോ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. ടോട്ടലി 4 റെസ്റ്റോറൻറ്റ് ഉണ്ട്. കാരണം ഇത്രയും ഒക്യുപ്പൻസി ഉണ്ടായതുകൊണ്ടും ഇത്രയും വലിയ പ്രോപ്പർട്ടി ആയതുകൊണ്ടും ഇത്രയും ക്രൗഡിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യണമല്ലോ. അതുകൊണ്ട് 4 റെസ്റ്റോറൻറ്റിലായിട്ടാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നേരെ എന്ത് ചെയ്തു, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് പോയി. കാരണം എനിക്ക് പോകാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല, പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ റൂമിലൊന്ന് പോയതിന് ശേഷം തിരിച്ച് നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോയത്. കോറിഡോറും റൂമും ഒക്കെ നമുക്കൊരു ബിസിനസ് ക്ലാസ് ഹോട്ടലിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് ഉള്ളത്. ബാക്കി എല്ലാ ഭാഗം പബ്ലിക് ഏരിയാസ് എല്ലാം തന്നെ അവർ കുറച്ച് പോഷായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ പൂൾ ഏരിയ വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 21ാമത്തെ ഫ്ലോർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ. ഇതിപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ തന്നെ കൊടുക്കണേ. ഇതാണ് മെയിൻ പൂൾ വരുന്നത്. ഇതിന് തൊട്ടടുത്തൊരു ചെറിയ പൂളും കൂടി അവർ ഉണ്ട്. അപ്പോൾ 2 പൂളായിട്ടാണ് ഇവിടെ ഉള്ളത്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ജിമ്മിലേക്കാണ് പോയത്. ഞാൻ ഉപയോഗിക്കത്തില്ല, പിന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല എല്ലാ എക്യുപ്മെൻറ്റ്സോട് കൂടിയ നല്ല അടിപൊളി ഒരു ജിമ്മായിട്ടാണ് ഉള്ളത്. എല്ലാ ഫെസിലിറ്റീസും എല്ലാ എക്യുപ്മെൻറ്റ്സും അവിടെ അവൈലബിൾ ആണ്. എനിക്ക് അധികം വീഡിയോസ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മീറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. നേരെ ഒരു ക്യാബ് ബുക്ക് ചെയ്തു, നേരെ എയർപോർട്ടിലേക്ക് എത്തുക ചെയ്തത്. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.